ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ മുഴുവൻ സീറ്റുകളിലും UDSF മത്സരിച്ചു. അതോടൊപ്പം 4 സീറ്റുകൾ 3 മേജർ സീറ്റുകളിലും ഒരു ജില്ലാ എക്സിക്യൂട്ടീവിലും ഫ്രട്ടേണിറ്റിയും മത്സരിച്ചു. മുഴുവൻ സീറ്റുകളിലും SFIയും മത്സരിച്ചു. UDSFും SFIയും ഫ്രട്ടേണിറ്റിയുമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. ഇവിടെ ഫലം വന്നപ്പോൾ UDSFിന് ഫ്രട്ടേണിറ്റിയുടെ മത്സരിച്ച സ്ഥാനാർത്ഥി ഉൾപ്പെടെ വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഫ്രട്ടേണിറ്റിക്കുണ്ടായിരുന്ന 12 വോട്ടുകൾ പൂർണ്ണമായും UDSFിന് നൽകിയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇത്തവണ UDSF ജയിച്ചത്. ഫ്രട്ടേണിറ്റി MSFനോടും SFIയോടും KSUവിനോടൊക്കെ ക്യാമ്പസിൽ മത്സരിച്ച് വിജയിച്ച UECമാരാണ് അതേ MSFന് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകിയത്. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഫ്രട്ടേണിറ്റിക്ക് 12ഓളം വരുന്ന ഫ്രട്ടേണിറ്റിയുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ പൂർണ്ണമായും മറിച്ച് നൽകിയാണ് ഈ അവിശുദ്ധ വിജയം UDSF കാലിക്കറ്റിൽ നേടിയെടുത്തത്. ഇതിന് ഉപാധിയായി വെച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരള സമൂഹം പൂർണ്ണമായും ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ 11-ാം തീയതി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു, ഫ്രട്ടേണിറ്റി നേതാവ് കൂടിയായിട്ടുള്ള KK അഷ്റഫിനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റാഫായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം വന്നിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും ഇല്ല. അദ്ദേഹം ഇപ്പോൾ സ്റ്റാഫായി തുടരുകയാണ്, ഫ്രട്ടേണിറ്റി നേതാവാണ്. എന്തുമായി ബന്ധപ്പെട്ട ഡീലാണ് എന്നത് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഉൾപ്പെടെ സംശയിച്ചിരുന്നു. ഈ പറഞ്ഞ KK അഷ്റഫിനെ സ്റ്റാഫായി നിയമിക്കുക എന്നത് മാത്രമല്ല, അടുത്ത യൂണിവേഴ്സിറ്റി സെനറ്റ് തിരഞ്ഞെടുപ്പിൽ MSFന് വോട്ട് നൽകിക്കൊണ്ട് ഒരു ഫ്രട്ടേണിറ്റി കാൻഡിഡേറ്റിനെ സെനറ്റ് മെമ്പറായി തെരഞ്ഞെടുക്കാനുള്ള പ്രിഫറൻസ് വോട്ട് നൽകാം എന്ന് എഴുതി നൽകുകയും ചെയ്തു. MSFിന്റെ നേതാക്കൾ എഴുതി നൽകിയ ഉടമ്പടിയും KK അഷ്റഫ് എന്ന് പറയുന്ന ഫ്രട്ടേണിറ്റി നേതാവിനെ ലീഗ് മന്ത്രിയുടെ സ്റ്റാഫിലും എടുത്തു നൽകിയതിന്റെ പ്രത്യുപകാരമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിലെ 12 വോട്ടുകൾ മറിച്ച് നൽകിയത്. ഇവിടെ ഞാൻ വോട്ട് നില വായിക്കാം. SFIയെ തോൽപ്പിക്കാൻ, മതനിരപേക്ഷ നിലപാട് ഉയർത്തിയ ഞങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച, ഞങ്ങൾക്ക് അവിടെ മുന്നണിയൊന്നുമില്ല, ഒറ്റയ്ക്ക് മത്സരിച്ച SFIയെ തോൽപ്പിക്കാൻ കാലിക്കറ്റിലെ മുഴുവൻ മതനിരപേക്ഷ വിദ്യാർത്ഥികളെയും വഞ്ചിക്കുന്ന നിലപാടാണ് MSF സ്വീകരിച്ചത്. MSFിന്റെ സംസ്ഥാന നേതൃത്വം, താനൂർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് കാരണക്കാരാണ്. എങ്ങനെയാണ് താനൂരിലൊക്കെ ഇവർ ജയിച്ചത് എന്നതിന്റെ സാമ്പിളാണിത്. ജമാഅത്ത് ഇസ്ലാമിയുടെ കാല് നക്കിയല്ലാതെ, ഫ്രട്ടേണിറ്റിയുടെ വോട്ടിരന്ന് വാങ്ങിയല്ലാതെ MSF കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിജയിക്കില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, MSFിന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആൾ വോട്ട് വാങ്ങിയില്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ?